ആരാ തൂങ്ങിച്ചാകാൻ പോകുന്ന ആളാരാന്ന് നമുക്കൊന്ന് അറിയണം കേട്ടോ. ഇത് ആര് തൂങ്ങിച്ചാവും, എങ്ങനെ തൂങ്ങിച്ചാവും എന്നുള്ള ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയാണ്. നീ തരാൻ നോക്കി, നീ നിക്ക് ഡ്രഗ്സിന്റെ എല്ലാം കേസിലേക്ക് വരുന്നുണ്ട്, നീ നിക്ക്. ഞാൻ ഒരു കാര്യം പറയാം മോനെ, ജീവിതത്തില് നീ ഒന്നും മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ തൂങ്ങിച്ചാവണം. ഈ ലൈവ് കഴിയുമ്പോ നമുക്കൊന്ന് അറിയണം കേട്ടോ, ആരാ തൂങ്ങിച്ചാകാൻ പോകുന്ന ആളാരാന്ന് നമുക്കൊന്ന് അറിയണം കേട്ടോ. ഇത് ആര് തൂങ്ങിച്ചാവും, എങ്ങനെ തൂങ്ങിച്ചാവും എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയണം. തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞല്ലോ, ആണാണ് ബ്രദർ, ആണാണ്, കുണ്ടനല്ല നിന്നെ പോലെ, അത് കാണിക്കും, മനസ്സിലായോ? കുണ്ടനല്ല. സ്വയം ഞാനിരുന്ന് വീഡിയോ നോക്കിയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഞാൻ എന്തിന് മമ്മൂനെ കുണ്ടനടിക്കണം? എന്നാ പിന്നെ ഞങ്ങൾക്ക് മമ്മൂനെ കുണ്ടനടിച്ചാൽ പോരെ? ഞാൻ വീഡിയോ നോക്കി ഈ പറഞ്ഞ പോലെ മാസ്റ്റർബേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തിനാ പിന്നെ മമ്മൂനെ കുണ്ടനടിക്കാൻ പോകുന്നത്? അത് ഞാൻ വേറൊരു കാര്യം, ഓപ്പൺ ചാലഞ്ച് പറഞ്ഞല്ലോ, ഞാൻ വാണടിക്കുന്നുണ്ട്. ആണുങ്ങളായ വാണടിക്കും, മനസ്സിലായോ? ആണുങ്ങളായ മാസ്റ്റർബേറ്റ് ചെയ്യും. ഇവൻ ചെയ്യാറില്ലാന്നോന്ന് പറയുന്നത്, ഇവൻ വാണം വിടാറില്ല. വെയിറ്റ് ചെയ്യാം, ഇവൻ വാണം വിടാറില്ല അല്ലേ? ഇവൻ വാണം വിടാറുണ്ടാവില്ല അല്ലേ? കാരണം ഇവൻ പുണ്യാളനാണല്ലോ. പുണ്യാളന്മാർ വാണം വിടൂല. പുണ്യാളന്മാർ വാണം വിടൂല. ഇത് ആരാന്ന് മനസ്സിലായോ? ഇതാണ് നിങ്ങളെ തൊപ്പി. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ തൊപ്പി. ഇന്നലെ വന്ന ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വാണം വിടാത്ത ആളല്ലേ ഇവൻ പേഴ്സണൽ ആയിട്ടല്ലേ ഇവൻ വാണം വിടൂ അല്ലേ? അങ്ങനെയല്ലേ ഇവൻ അല്ലേ? അങ്ങനത്തെ ആളല്ലേ അല്ലേ? അങ്ങനെയല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞത് ഓൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. ഞാൻ പറയുന്നല്ലേ, ഓൻ പറയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും. ഞാൻ പറയുന്നല്ലേ. മിക്കവാറും ഈ ലൈവ് അടിച്ച് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു 10 ഇരട്ടിയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യും മക്കളെ. VR ഫോണ് കണ്ടിട്ട് ഇത് ഓൻ്റെ ഗൂഗിൾ പേ നമ്പർ, ഇതെല്ലാം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇത് ആരാന്ന് മനസ്സിലായല്ലോ, ഇതെല്ലാം ആരാന്ന് മനസ്സിലായല്ലോ. ഓൾഡ്, ഓക്കെ, ഓൾഡാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഓൾഡ് തന്നെയാണ്. വെയിറ്റ് ചെയ്യ്, ഇത് ഓൾഡ് തന്നെയാണ്. ഓൾഡ് ആണെങ്കിൽ എന്താ, ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം സ്ക്രിപ്റ്റാണ്. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം സ്ക്രിപ്റ്റാന്നുള്ള കാര്യം. അപ്പം ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നിട്ട്, നമുക്ക് ഒരാളെ കുത്തിക്കൊല്ലാം. എന്നിട്ട് നമ്മൾ പറയാം അത് പണ്ടത്തെ ഞാൻ ചെയ്തതാ. അല്ലെങ്കിൽ ഒരു 10 ലക്ഷം റുപ്യ ഒരാളെടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് പറയാം പണ്ടത്തെ ഞാനാണ്. ആ ഓൾഡ് തൊപ്പി ഒരാളെ 10 ആളെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തൊപ്പിയാണ്. അപ്പൊ അത് എടുക്കൂല. അങ്ങനെയാണോ? ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അത് ഓൾഡ് തൊപ്പി ചെയ്തതാ, അത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമായിരിക്കും. നിങ്ങൾക്കത് ന്യായമായിരിക്കും. ഓൾഡ് അല്ലാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യ്. ഓൾഡ് അല്ലാത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾഡ് അല്ല. ഇത് ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഓൾഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വിശ്വസിക്കാതെ ഇതാ 21 സെപ്റ്റംബർ 2025. 21 സെപ്റ്റംബർ 2025. ഇത് ഓൾഡാണോ ഒന്ന് പറഞ്ഞേ. ഇത് ഓൾഡാണോ എന്ന് പറഞ്ഞേ. ഇത് ഓൾഡാണോ ഇല്ലയോ എന്ന് പറ. ഇത് ഓൾഡാണോ എന്ന് പറ. ഡേറ്റ് ഉണ്ടല്ലേ, ഇത് വാട്സപ്പാണ്, ഇത് ഡേറ്റ് ഉണ്ട്, എല്ലാം കാണിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ഇത് ഓൾഡാണോ? ഇതിന് ഓൾഡാണോ എന്ന് പറ. ഇത് ഓൾഡാണോ എന്ന് പറയാം. ഇത് ഓൾഡാണോ? ഇത് ഓൾഡ് അല്ലല്ലോ. ഡേറ്റ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഡേറ്റ് കാണുന്നുണ്ടല്ലോ. കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായോ? കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ഭാഗത്ത് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. പറയുന്ന കാര്യമാണ്, മനസ്സിലായോ? കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. മനസ്സിലായോ? ജാഗ്രത. ഞാനും പറയുന്നുണ്ട്, ഞാൻ പുണ്യാളം കളിക്കാൻ വന്നോന്നല്ല, ഞാൻ അവനെ പോലെ പുണ്യാളം കളിക്കാൻ വന്നോന്നല്ല. ഇത് ഓൾഡാണോ? ഡേറ്റ് നോക്കണം. മൈര് ബുദ്ധിയില്ലടാ. ഇതാ ഓൻ്റെ നമ്പറാണ്. ഓൻ്റെ ഇതിൽ തന്നെ ഇതെല്ലാം കാണിക്കുന്ന വേണ്ട. ഇതാ ഇത് ഒരുത്തൻ എൻ്റെ ഒരു മോഡിന് അയച്ചു തന്ന ഒരു വീഡിയോ. ഫേക്കോ ഇതാ ഫേക്കോ. എടാ ഇത് ഓൻ്റെ നമ്പറാടാ, ഓൻ്റെ നമ്പറിനാടാ ഇത് വരുന്നത്. ഓ, എന്തൊരു ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ജനങ്ങളാ ഇത്. ഇതാ ഓൻ ബെറ്റിങ് ചെയ്തതിൻ്റെ പരിപാടി. ഇത് ബെറ്റിങ്ങിൻ്റെ ഓൻ്റെ ഇതാ. ഏയോ
എയോ ഓക്കെ ഓക്കെ എ ആണ്. ഇതെൻ്റെ വാട്സപ്പാണ് ഇതാ. കുവൈത്ത് ഷമീർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇതാ കുവൈത്ത് ഷമീർ. ഈ നമ്പർ ലീക്കായാലും ഒന്ന് ലീക്കായാലും കുഴപ്പമില്ല. കുവൈത്ത് ഷമീർ. ഇത് പറ്റുമ്പോൾ ഫോൺ കണക്ട് ചെയ്യാം. വെറുതെ വന്നല്ലോ മോനെ, വെറുതെ വന്നല്ല ബ്രദർ, വെറുതെ വന്നല്ല. ഓരോ സാധനം കാണിക്കും. ഇതൊന്നുമല്ല, മനസ്സിലായി? ഇതൊന്നുമല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഇതൊന്നുമല്ല. കരയുന്നുണ്ടല്ലോ കുറേ എണ്ണം കിടന്ന്. മോൻ്റെ നന്മ കണ്ട് കുറേ എണ്ണം കരയുന്നുണ്ടല്ലോ. വെയിറ്റ് ആക്കേ. ഇത് ഫേക്കാന്നല്ല പറഞ്ഞേ. ഫേക്ക് നമുക്ക് നോക്കാം, ഫേക്കാണോ ഇല്ല നമുക്ക് നോക്കാം. ഇതാ ഓക്കെ ഇതാ. ഇത് ഫേക്ക് അല്ല. ഇത് നമ്പർ ലീക്ക് ആയാലോ വാട്ടെവർ. ഇതാ ഇത് ഫേക്ക് അല്ല. ഇതാ ആദിൽ, മമ്മു, മുനു, ജാസി. ഇതെങ്ങനെ ഫേക്കാകാം? ഇതെങ്ങനെയാടാ ഫേക്കാകാം? ഇതാ മമ്മു, നിയാദ് മോൻ. ഇതാ പണ്ട് അങ്ങനെ ഒരു പേര് ഇട്ടുപോയി ഞാൻ ഈ നാറിക്ക്. ഇതെങ്ങനെയാടാ ഫേക്കാവാ? ഇതെങ്ങനെ ഫേക്കാവും? ഇത് ഫേക്കല്ലല്ലോ. അല്ലേ? ഫേക്കല്ലാന്ന് വിശ്വസിച്ചല്ലോ. ഓക്കെ, ബാക്കി കാണിച്ചു തരാം. അല്ലേ? ഫേക്കല്ലാന്ന് വിശ്വസിച്ചല്ലോ, ബാക്കി കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. എൻ്റെ ഫോണിൽ മെസ്സേജും കോളും വന്ന് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അയിനെന്ന് വഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം. ഇതാ കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. ഇതാ വേറൊരു കാര്യം, കൊടുങ്ങല്ലൂർ ടൗണിൽ കുഞ്ഞിപ്പൂറികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. ഈ കുഞ്ഞിപ്പൂറികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെന്നറിയോ? ഫേക്കോ? ഈ കുഞ്ഞിപ്പൂറികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയറിയോ? 18 വയസ്സ് തികയാത്ത കുഞ്ഞി പെമ്പിള്ളേരാ. മനസ്സിലായോ? നിന്റെ എല്ലാം വീട്ടിലും ഉണ്ടാവുമല്ലോ പെങ്ങന്മാരും ഇവരും, അല്ലേ? ഞാൻ അത്ര പുണ്യാളനൊന്നല്ല, ഞാനും ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞി പിള്ളേരെ ഞാൻ പറയുന്നില്ല. 18 വയസ്സ് തികയാത്ത 18 വയസ്സിന് താഴെ ഉള്ള പെമ്പിള്ളേരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? 18 വയസ്സ് ഇത് കേസെടുക്കണം, കേരള പോലീസ് കേസെടുക്കണം. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞി പെമ്പിള്ളേരെ കുറിച്ച് നിങ്ങളെ തൊപ്പി അണ്ണൻ പറഞ്ഞ ഇതാണ്. ഫേക്കാടാ. എന്നാൽ പിന്നെ ഇതന്നെ എടുത്ത് കാണിക്കും. ഇത് വിവരമില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ. ഇത് കുറേ ചാറ്റ് അങ്ങോട്ട് പോകണം. ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ കാണിക്കും. മനസ്സിലായോ? അതിനെന്നോ എടാ, 18 വയസ്സ് തികയാത്ത പെമ്പിള്ളേർക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാടാ ഈ പറയുന്നത്. അതിനൊന്ന് ചോദിക്കുന്ന നീയെല്ലാം കൂട്ടിക്കൊടുക്കുമായിരിക്കും അല്ലേ? നിന്റെ എല്ലാം പെങ്ങന്മാരെ കൂട്ടിക്കൊടുക്കുമോ ഇവന്? അതിനൊന്ന് ചോദിക്കുന്നുണ്ടല്ലോ. കൂട്ടിക്കൊടുക്കുമോ നീ? കൂട്ടിക്കൊടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും ആ വർത്താനം പറയുന്നുണ്ടാവും. അല്ലാണ്ട് അങ്ങനെ പറയൂലല്ലോ. അതിനെന്ന് പറയണമെങ്കിൽ നിന്റെ വീട്ടിൽ ഒന്നിക്കൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ നീ അങ്ങനത്തെ മൈൻഡുള്ള ആളായിരിക്കും. 18 വയസ്സിന് താഴെയുള്ള പെമ്പിള്ളേരെ കുറിച്ച് നീയും പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ട്. ഞാൻ നന്മ കളിക്കാൻ വന്നതല്ല ബ്രദർ. മനസ്സിലായോ? ഞാൻ നന്മയോ പുണ്യാളനോ കളിക്കാൻ വന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഇതല്ല. ഇത് തിന്മയും തന്നെയാണ്. അതിൽ വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. ചെറിയ തിന്മയും നന്മയും പ്രൂഫ് ഉണ്ട് ബ്രദർ. എല്ലാത്തിനും പ്രൂഫ് ഉണ്ട്. വെറുതെ വന്ന് കുണക്കൂല. ഓക്കെ, അടുത്ത കാര്യം. ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാലോ. ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിൻ്റെ സാധനമാണ് ഇത്. എത്ര പേർക്ക് ഇവിടെ അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നിൽക്ക്, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ബ്രദർ, ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും. മനസ്സിലായോ? അത് കണ്ടിട്ട് ഇടുന്ന് പോയാൽ മതി എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനും ഇവിടെ കളം വിടൂല. അതാരും ചിന്തിക്കണ്ടേ. ആരും സത്യം അറിയാണ്ട് ഇടുന്നു ഒരുത്തനും പോകില്ല. അനാൻസ് ഇഷ്യൂ എല്ലാ ഇഷ്യൂയും പറയും. ഒരുത്തനും ഇവിടെ സത്യം അറിയാണ്ട് ഒരുത്തനും കളം വിട്ടു പോകില്ല, ഞാനടക്കം. ഇതിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലായി. ഇതൊന്നൊന്നുമല്ല, എനിക്കറിയാം. ഇതൊന്നൊന്നുമല്ല. മനസ്സിലായി? ഇത് പണ്ടുള്ളതാ. ഇത് ഡേറ്റ് പണ്ടത്തെ ഇതാ, 2024. ഇവൻ ഡ്രഗ് യൂസ് ചെയ്യാത്ത ആളാണല്ലോ.
ഇവൻ കള്ളു കുടിക്കാത്ത ആളാണല്ലോ. ഇവൻ എന്താ പറഞ്ഞത്, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പം ഒരു തുള്ളി കുടിക്കൂന്നല്ലേ ഇവൻ പറഞ്ഞത്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കൂന്ന്. നിക്ക് എല്ലാം കാണിക്കും. ഇതാ മമ്മൂന് ഇവൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് വരുന്നുണ്ട്. ഏയ്യോ പോടാ മൊണ്ണമാരെ, ഇത് ലൈവാടാ, ലൈവ് വീഡിയോ. ഇതാ ഇത് ഫോട്ടോ എടുത്തിട്ട് ഇത് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരാളെ കൊന്നാലും നീ എല്ലാം ഇതന്നെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിന്റെ എല്ലാം വീട്ടിൽ കയറി ആരെങ്കിലും ഇവൻ 18 വയസ്സാകാത്ത നിന്റെ എല്ലാം വീട്ടിലെ പെങ്ങന്മാർ ഇതാക്കിയാലും നീ പറയും ഓൾഡ് തൊപ്പിയല്ലേ, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമായിരിക്കും. നീ എല്ലാം അവൻ്റെ അടിമയായിക്കൊണ്ട്. അത് പറഞ്ഞോ. ഓരോ സാധനങ്ങളും കാണിക്കും. ഞാൻ കുറച്ച് ടെൻസ്ഡാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് കൈ പറയും പരിപാടി എല്ലാം വരും. മനസ്സിലായോ? ഓക്കെ, അടുത്ത കാര്യം. ഇത് ഫസി എനിക്ക് അയച്ച മെസ്സേജാണ്. ഇനിയിപ്പോൾ ഇതും ഇതാന്ന് പറയല്ലോ, ഇതും ഫേക്കാന്ന് പറയല്ലോ. കാരണം ബുദ്ധിയില്ലല്ലോ, ഓൻ്റെ ഇതിൽ വീണ് പോയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമല്ലോ നിങ്ങളെ വീപ്പിക്കും എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്മിന സാക്കിർ ഹുസൈൻ എല്ലാം കണക്ട് ചെയ്ത് തന്നെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് കൈസ്, മനസ്സിലായോ? അപ്പോൾ എല്ലാം കാണിക്കാം നമുക്ക്. ഇതാ ഫസ്മിന സാക്കിർ. എടാ എല്ലാം പറ, ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവൻ്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാൻ, ഞാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേരുടെ ഒപ്പം പോയത് ഡ്രഗ്സ്. ഇത് ഏയ്യോ പോടാ മണ്ണന്മാരെ, ബുദ്ധി ഇല്ലാണ്ട് തീട്ടം തൂന്ന് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. നിന്നൊന്നൊക്കെ കാണിക്കണ്ട. ബുദ്ധി ഉള്ളവന്മാർ മാത്രം വിശ്വസിച്ചാൽ മതി. ബുദ്ധി ഇല്ലാത്ത കാലം ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. നീ ഒന്നും ഇത് വിശ്വസിക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത ഇതൊന്നും പറഞ്ഞിട്ട് വരും. ഓക്കെ, അല്ല ഇതിനായിട്ടില്ല, ഇതിനൊന്നുള്ള ടൈം ആയിട്ടില്ല. ഓക്കെ വെയിറ്റ്, ഇത് നമ്മൾ ഇതാക്കാൻ ഇത് ഓൾഡ് അല്ല കേട്ടാ. ഇത് ഓൾഡ് അല്ല. ഇതിൽ തന്നെ ഇത് ഓൾഡാണ്. അതായത് മുടി മുറിച്ചതിന് ശേഷം അല്ല ഇതിൽ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കേക്ക്. എൻ്റെ ബുദ്ധി ഉണ്ടായി മനസ്സിലാക്കി, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടോ. പറയാനില്ല, കാരണം തീട്ടം തിന്ന് നടക്കുന്നവന്മാരോട് വർത്താനം പറയാനില്ല. ഇത് ഓൻ്റെ സുഹൃത്തുണ്ടല്ലോ, ഓൻ്റെ കൂടെ നടക്കുന്ന ആളുണ്ടല്ലോ, റാംബോൻ്റെ വോയിസാണ്. റാംബോ ഇന്നലെ വരെ കൂടെ ഉണ്ടായ റാംബോൻ്റെ വോയിസാണ് ഇത്. അല്ല, ഇത് കേട്ടിട്ട് ആണെങ്കിൽ എന്ന് വിചാരിക്കും. അതെന്താണ് വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണത്, അടിച്ചതിന് ശേഷമല്ല, വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. ഇതിനുള്ളിൽ ഒരു പ്രശ്നമാണ്. ഇത് ആന്ന് വിശ്വസിക്കുന്ന ഏത് മണ്ടന്മാരാ? ഓൾട്ടോ എടാ, നിന്റെ